നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഇപ്പോൾ അതിരൂക്ഷമായ കരയുദ്ധത്തിലേക്ക് ഇസ്രയേൽ കടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട തലക്കെട്ട്. പക്ഷേ ഇതിനിടയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമുണ്ട്. അതായത് 48 മുതൽ ഇന്ന് വരെ രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യം ഉടലെടുത്തിരുന്ന സിറിയയും ഇസ്രയേലും ഇനി സൗഹൃദ രാഷ്ട്രങ്ങളായി മാറുകയാണോ? അതല്ലെങ്കിൽ സിറിയയുടെ ചില മേഖലകൾ ഇനി ഇസ്രയേൽ ആയിരിക്കുമോ കൈയടക്കുന്നത്? ഇസ്രായേലിൻ്റെ ഒരു ശൈലി കണ്ട് സിറിയ പൂർണ്ണമായി വരണ്ടിട്ടുണ്ട്. കാരണം ശത്രു രാജ്യങ്ങളെയൊക്കെ പടക്കം പൊട്ടിക്കുന്നത് പോലെ ഇസ്രായേൽ പൊട്ടിക്കുന്ന കാഴ്ച. ഈ ഗസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 5 രാജ്യങ്ങൾക്കെതിരെ ഇസ്രായേൽ തുടർച്ചയായ ആക്രമണം നടത്തി. അതിനുശേഷമാണ് ഖത്തറിലേക്ക് തിരിഞ്ഞത്. അത് ഗസയിലേക്ക് ഇരച്ചു കയറുമ്പോൾ മറുവശത്ത് ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തി ഇസ്രായേൽ. ഇടയ്ക്ക് ഇറാഖിലെ മിലിഷ്യകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി. പിന്നീട് സിറിയയ്ക്ക് നേരെ ആക്രമണം നീണ്ടു. അതിനുശേഷം യമനിലെ ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെ നമ്മൾ കണ്ടു. പിന്നീട് ഇറാനെ തന്നെ തച്ചുടയ്ക്കുന്ന ഇസ്രായേൽ ആക്രമണം. അതിനുശേഷമാണ് ഖത്തർ ദോഹ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയത്. അപ്പോൾ 6 രാജ്യങ്ങളിലേക്ക് തങ്ങൾക്ക് ചുറ്റുമുള്ള വിദൂരത്താണ് വാസ്തവത്തിൽ യമനും ഇറാനും ഖത്തറും സ്ഥിതി ചെയ്യുന്ന, വളരെ വിദൂരത്തിൽ, ഏകദേശം 2000-ഓളം കിലോമീറ്ററുകൾക്ക് അപ്പുറം. അപ്പോൾ 2000 കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ശത്രു രാജ്യത്തിന് നേർക്ക് പോലും വളരെ കൃത്യതയോടെ ആക്രമണം തൊടുക്കാൻ കഴിയുന്ന ഒരു രാജ്യം. ഇസ്രായേലിനെതിരെ പൊടുന്നതിനെ അറബ് രാജ്യങ്ങൾ ഒന്നിക്കുന്നു. വലിയ അവകാശവാദങ്ങൾ അവർ ഉന്നയിച്ചു. അറബ് രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്ന് ചില മാധ്യമങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്ന കാഴ്ച. പിന്നീട് ഖത്തറിലെ ദോഹയിൽ അറബ് ലീഗും ഇസ്ലാമിക് ഓർഗനൈസേഷനും ഒത്തുചേർന്ന അറബ് ഉച്ചകോടി. ആ ഉച്ചകോടിയിൽ 60 അറബ് രാജ്യങ്ങൾ എത്തുമ്പോൾ ലോകം വളരെ സൂക്ഷ്മതയോടെ വീക്ഷിച്ചു. ഇവരെല്ലാം ചേർന്ന് ഇനി ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തുമോ, ഇസ്രായേലിനെതിരെ ഒരു സൈനിക നടപടി ഉണ്ടാകുമോ? ഈ ഉച്ചകോടി പൊളിഞ്ഞതോടെ അറബ് രാജ്യങ്ങളുടെ ഒരു പ്രതിരോധ നിര തകരുന്ന കാഴ്ചയാണ്. ഉച്ചകോടി പൊളിഞ്ഞു എന്ന് പറയാൻ 2 കാരണങ്ങളുണ്ട്. കാരണം ഒന്ന്, അന്ന് ആ ഉച്ചകോടിയിൽ പങ്കെടുത്തത് ടർക്കി, പാകിസ്ഥാൻ, അങ്ങനെ ഇസ്രായേലിൻ്റെ ശത്രുനിര എല്ലാം, ഇറാൻ തുടങ്ങിയ എല്ലാ ഇസ്രായേലി ശത്രു രാജ്യങ്ങളും അവിടെ സംഗമിച്ചിരുന്നു. പക്ഷേ ഈ രാജ്യങ്ങളെ തങ്ങളുടെ മണ്ണിലേക്ക് വിളിപ്പിച്ചു വരുത്തി ഉച്ചകോടി സംഘടിപ്പിച്ച ഖത്തർ പൊടുന്നതിന് മലക്കം പറഞ്ഞു. അമേരിക്കൻ ഇടപെടലുകളാണ് ഖത്തറിന്റെ മനസ്സ് മാറ്റിയത്. എങ്കിൽ പോലും ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം പുലർത്തിയിരുന്ന അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ കടുത്ത നടപടികൾ വേണ്ട, എന്തിനേറെ ഉപരോധം പോലും വേണ്ട എന്ന നിലപാടിൽ ഏറ്റവും ഒടുവിൽ ഉച്ചകോടി ഇസ്രായേലിന്റെ ആക്രമണത്തെ ഒന്ന് അപലപിച്ചാൽ മതിയെന്നായി. അങ്ങനെ ഇസ്രായേൽ ആക്രമണത്തെ അപലപിക്കുന്ന ഒരു പ്രസ്താവന പുറത്തിറക്കി തങ്ങളുടെ എല്ലാ ദൗത്യം പൂർത്തിയാക്കിയ മട്ടിൽ അറബ് രാജ്യങ്ങൾ പിരിഞ്ഞു. പക്ഷെ അതിനിടയിൽ അവിടെ ഉച്ചകോടി ചേരുന്ന അതേ വേളയിൽ ഗസ നഗരത്തിലേക്ക് ഇസ്രായേലിന്റെ പോർ ജെറ്റുകൾ പാഞ്ഞെടുക്കുകയാണ്. ആദ്യം അതിശക്തമായ വ്യോമാക്രമണം, തുടർന്ന് സമാനതകളില്ലാത്ത പീരങ്കി ആക്രമണം, അതിനുശേഷം ഇരച്ചു കയറുന്ന ടാങ്കുകൾക്ക് തൊട്ടു പിന്നാലെ ഇസ്രായേലി സൈനികർ ഗസ നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കടക്കുന്നു. അവിടെ അവശേഷിക്കുന്ന കെട്ടിടങ്ങൾ മൺകൂനകളാക്കി അതത് പ്രദേശത്തിന്റെ നിയന്ത്രണം തങ്ങളുടെ വരുതിയിലാക്കുകയാണ്. ഒരു ഇസ്രായേലി സൈനികന് പോലും അപകടമുണ്ടാക്കാതെ ആ മേഖല മുഴുവൻ തങ്ങളുടെ അധീനതയിലാക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യം. അമേരിക്കയുടെ പരിപൂർണ പിന്തുണയുണ്ട്. അപ്പോൾ ഈ ഒരു നടുക്കുന്ന ദൃശ്യങ്ങൾ തൊട്ട അയൽ രാജ്യമായി സിറിയ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പഴയ ബാഷർ അൽ അസദിന്റെ കൈക്കുമ്പിളിൽ ഉണ്ടായിരുന്ന വെടിക്കോപ്പുകളൊന്നും ഇല്ലിപ്പോൾ. പല ആയുധപ്പുരകളും ഇസ്രായേൽ തന്നെ കത്തിച്ചു കളഞ്ഞു. 1045ഓളം ആക്രമണങ്ങളാണ്. ഡിസംബർ 8-ാം തീയതിയാണ് ബാഷർ അൽ അസദിനെ അട്ടിമറിച്ചുകൊണ്ടെന്ന് വിമതർ ഭരണം പിടിക്കുന്നത്. ഡിസംബർ 8-ാം തീയതിക്ക് ശേഷം ഇന്ന് വരെ ഇസ്രായേൽ ആ മണ്ണിൽ നടത്തിയത് ഏകദേശം 1045 ആക്രമണങ്ങൾ. അതിൽ 430-ലേറെ ആക്രമണങ്ങൾ കരയുദ്ധമായിരുന്നു, കരയാക്രമണങ്ങളായിരുന്നു. മുൻപ് സിറിയയുമായി 2 വലിയ യുദ്ധങ്ങൾ നയിച്ചിരുന്നു ഇസ്രായേൽ. ഒന്ന് യോം കിപ്പൂർ യുദ്ധം, ഒന്ന് 6 ദിന യുദ്ധം. ഈ 2 യുദ്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇസ്രായേലിന്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാക്കുമെന്ന് ഭയപ്പെട്ട യുദ്ധങ്ങളാണ്. ഈ 2 യുദ്ധത്തിന് ശേഷം ഒരു സൈനിക രഹിത മേഖല സിറിയയ്ക്കും ഇസ്രായേലിനും ഇടയിൽ സൃഷ്ടിക്കപ്പെടുന്നു. അത് ഈ ഗോലാൻ കുന്നുകൾക്കപ്പുറം നമ്മൾ കേട്ടതാണ്. ഹെർമോൺ പർവ്വത, അതെ, ഗർമോൺ പർവ്വതത്തോട് ചേർന്നാണ്. ഗർമോൻ പർവ്വതം വളരെ വിശുദ്ധ നാടുമായി വളരെ ബന്ധമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയുള്ള ഈ സൈനികരഹിത പ്രദേശം വളരെ സുരക്ഷിതമായി ഇസ്രായേൽ സൂക്ഷിച്ചിരുന്നു. പിന്നീട് പലവട്ടം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംഘർഷമുണ്ടായപ്പോഴും ഈ മേഖല ഇസ്രായേൽ വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കണ്ടിരുന്നൊരു മേഖലയാണ്.
മറുവശത്ത് ഗോലാൻ കുന്നുകൾ പിടിച്ചെടുത്ത ഇസ്രയേൽ ആ മേഖല തങ്ങളുടെ അധീനതയിലാക്കി. അന്ന് UN ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും ആ മേഖല വിട്ടുകൊടുത്തിരുന്നില്ല. പിന്നീട് സിറിയ പലപ്പോഴും ഈ മേഖലയ്ക്ക് മേൽ തങ്ങളുടെ അവകാശവാദം ഉന്നയിച്ചു. ഒരിക്കൽ പോലും സിറിയ ഗോലാൻ കുന്നുകൾ തങ്ങളുടേതല്ല എന്ന നിലപാടെടുത്തിരുന്നില്ല. പക്ഷേ ഈ ബാഷർ അൽ അസദിനെ അട്ടിമറിക്കുന്ന ഈ സന്ദർഭം വളരെ മനോഹരമായി ഇസ്രായേൽ ഉപയോഗിച്ചു. അവർ തങ്ങളുടെ ബഫർ സോണിനപ്പുറത്തേക്ക് ഏകദേശം 25 മുതൽ 30 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള സിറിയൻ പ്രദേശം പിടിച്ചെടുത്തുവെന്നാണ് നമ്മൾ റിപ്പോർട്ടുകളിൽ കണ്ടത്. ആ മേഖല പൂർണ്ണമായി തങ്ങളുടെ അധീനതയിലാക്കി. ഹെർമോൺ പർവ്വതത്തിന്റെ ഭൂരിപക്ഷ പ്രദേശവും തങ്ങളുടെ സുരക്ഷിത ഇടമാക്കി മാറ്റി. അതായത് തെക്കൻ സിറിയ പൂർണ്ണമായും ഇസ്രായേലിന്റെ കയ്യിലായി. പിന്നീട് ഗോലാൻ കുന്നുകൾ വീണ്ടും ഇസ്രായേൽ ആഗ്രഹിച്ചിരുന്ന കുറച്ച് പ്രദേശം കൂടി അവർ കൈവശപ്പെടുത്തി. ഈ മേഖലയിൽ നിന്ന് സൈനികർ വിട്ടുമാറുന്നുമില്ല. ഇപ്പോഴത്തെ അൽ-ഷറയെ സംബന്ധിച്ച് ഇസ്രായേലിനെതിരെ പൊരുതാനുള്ള പടക്കോപ്പില്ല, സൈനികരില്ല. ദമാസ്കസിനിപ്പുറത്തേക്ക് സിറിയൻ സേനയ്ക്ക് കടന്നു വരാനും കഴിയുന്നില്ല. കാരണം അവിടെയുള്ള ദ്രൂസ് കൂടുതൽ ശക്തിപ്പെട്ടു. ഈ ദ്രൂസ് വിഭാഗത്തിന് കൂടുതലായി ഇസ്രയേലുമായി ആഭിമുഖ്യമുണ്ട്. ഒരു കാരണവശാലും ഇസ്രയേലിന്റെ അതിർത്തിയിലേക്ക് സിറിയൻ സൈന്യത്തിന് കടന്നു വരാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അൽ-ഷറയ്ക്ക് മനസ്സിലായി. മറുവശത്ത് ഇസ്രയേൽ മറ്റ് ലോകരാജ്യങ്ങളിൽ നടത്തുന്ന ഈ നടുക്കുന്ന ആക്രമണങ്ങളിൽ ഭയചകിതരായ ഒരു പുതിയ ഭരണകൂടമാണ് സിറിയയിൽ ഇപ്പോഴുള്ളത്. അവർക്കിപ്പോൾ ലേശം വകതിരിവുണ്ടായി. ഹമാസിന് നേരിട്ട ദുരന്തം അവരുടെ കണ്ണു തുറപ്പിച്ചു. ഇതിന്റെ ഫലമാണ് ഇപ്പോൾ അമേരിക്കൻ സമ്മർദ്ദങ്ങളെ തുടർന്ന് ലണ്ടനിൽ വെച്ച് നടന്ന ഇസ്രയേൽ സിറിയ യോഗം. ഇതൊരു വിശാലമായ ചർച്ചയായിരുന്നു. ഈ ചർച്ചയിൽ ഇസ്രയേൽ കടുത്ത ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ ഞങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഞങ്ങളുടെ അധീനതയിലുള്ള മുഴുവൻ ഭൂപ്രദേശങ്ങളും ഞങ്ങൾക്ക് വിട്ടുതന്നാൽ ഒരു സുരക്ഷാ കരാറിൽ ഒപ്പുവയ്ക്കാം. ഇത്തരമൊരു നിർദ്ദേശം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന സിറിയൻ ഭരണകൂടത്തെയാണ് നമ്മൾ കാണുന്നത്. സെപ്റ്റംബർ മാസം ന്യൂയോർക്കിൽ വെച്ച് UN കൗൺസിൽ വീണ്ടും ചേരുകയാണ്, പൊതുസഭ ചേരുകയാണ്. അതിന് തൊട്ടു മുൻപായി ഇത്തരമൊരു സുരക്ഷാ ഉടമ്പടി സിറിയയ്ക്കും ഇസ്രായേലിനും ഇടയിൽ നിലവിൽ വരുമെന്ന് ഇപ്പോൾ ലോകത്തെ അറിയിച്ചിരിക്കുന്നത് സിറിയൻ ഭരണാധികാരി അൽ-ഷറയാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അൽ-ഷറ പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ച് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇത്തരമൊരു കരാറിൽ ഒപ്പുവെക്കാൻ. പക്ഷേ സിറിയയുടെ ഇനിയുള്ള ഭാവിക്ക് ഈ കരാർ അനിവാര്യമാണ്. മറുവശത്ത് അമേരിക്കൻ ഉപരോധങ്ങൾ മാറ്റിക്കിട്ടാൻ ഇത്തരമൊരു സുരക്ഷാ കരാർ സിറിയയ്ക്ക് അനിവാര്യമാണ്. ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തി തങ്ങളുടെ കരുത്ത് തെളിയിച്ച ഇസ്രായേലിന് മുന്നിൽ പൂർണ്ണമായി സിറിയ കീഴടങ്ങുന്നു, അടിയറവ് പറയുന്നു എന്ന് നമുക്ക് ഇവിടെ തീർത്ത് പറയാൻ കഴിയും. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു വിജയമാണ്. പക്ഷെ മറുവശത്ത് സിറിയയെ സംബന്ധിച്ചും ഒരു വിജയം തന്നെയാണ്. ഇരു കൂട്ടർക്കും ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് എന്ന രീതിയിൽ അൽ-ഷറയുടെ നിലപാടുകളിൽ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. ട്രംപ് ടവർ ദമാസ്കസിൽ പണിയണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നു. സിറിയയിൽ അമേരിക്കൻ കമ്പനികൾക്ക് എത്ര സ്ഥലം വേണമെങ്കിലും കൊടുക്കാം എന്നുള്ള വാഗ്ദാനം. അമേരിക്കൻ കമ്പനികളെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്ന അൽ-ഷറ ഒരിക്കൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച ഒരു സംഘടനയുടെ അമരക്കാരനാണ് ഈ അൽ-ഷറ. അവിടെ നിന്നാണ് വീണ്ടും അമേരിക്കയുടെ കാൽക്കീഴിലേക്ക് വരുന്നത്, ഒടുവിൽ ഇസ്രയേലുമായി ഒരു അനുരഞ്ജനത്തിലേക്ക് വരുന്നത്. ഇതിനേറെ പറയുന്നു അമേരിക്ക തന്നെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽസിന്റെ പട്ടികയിൽ FBI ഉൾപ്പെടുത്തിയ ഒരു ഭരണാധികാരിയായി തന്നെ ഇപ്പോൾ സൗഹൃദം സ്ഥാപിക്കുന്നു. സർ, മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, നെതന്യാഹുവിൻ്റെ എക്കാലത്തെയും വലിയ സ്വപ്നമാണ് ഇസ്രയേലിൻ്റെ വിസ്തൃതി അത് കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതായത് ഒരു ഗ്രേറ്റർ ഇസ്രയേൽ, അതാണ് സ്വപ്നം കാണുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സൗദി വരെ അത് എത്തി നിൽക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ പടി എന്ന രീതിയിൽ ഗാസയിലേതും അതിന് സമാന്തരമായി തന്നെ ഇപ്പോൾ സിറിയയിൽ നടക്കുന്നതിനെയും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുമോ? ഈ ഇസ്രായേലിന്റെ ഒരു വിശാല ഇസ്രായേൽ പദ്ധതി എന്ന് പറയുന്നത് ഈ ചെറിയ ഭൂപ്രദേശമല്ല. ജോർദാനും ഈജിപ്തും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ പഴയ വിശുദ്ധ നാടാണ്. അതൊരു വിശാലമായ ഭൂപ്രദേശമാണ്. അറബ് ഉച്ചകോടി ദോഹയിൽ ചേർന്നപ്പോൾ അവർ മുന്നോട്ട് വെച്ച ആദ്യ ആശയം, ഇസ്രായേൽ ആത്യന്തികമായി ലക്ഷ്യമിടുന്നത് അവരുടെ വിശാലമായ ഇസ്രായേൽ എന്ന കാഴ്ചപ്പാടാണ്. ജൂതരാഷ്ട്രം അവർ പരിപൂർണമായി നടപ്പിലാക്കും. 2035 ഒരു ജൂതരാഷ്ട്രം നിലവിൽ വരണമെന്ന് ഒരിക്കൽ ഇസ്രായേൽ ആഗ്രഹിച്ചിരുന്നു. അത് മുൻനിർത്തിയായിരുന്നു ചർച്ചകളുടെ തുടക്കം. ഇത്തരമൊരു ജൂതരാഷ്ട്രം നിലവിൽ വന്നാൽ അത് ഏറ്റവും അധികം അപകടപ്പെടുത്തുന്നത് ജോർദാനെയും ഈജിപ്തിനെയുമായിരിക്കും. ഈ രണ്ട് രാജ്യങ്ങൾ പൂർണ്ണമായി തങ്ങളുടെ അധീനതയിലാക്കാനാവും ഇസ്രായേൽ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു തലമുണ്ട്.
ഈ ഉച്ചകോടിയിൽ ഇസ്രായേലിന് അനുകൂലമായ നയ രൂപീകരണത്തിൽ എത്താൻ സഹായിച്ചത് ഈജിപ്തിൻ്റെയും ജോർദാന്റെയും നിലപാടാണ്. അവർ ഇസ്രായേലിനെ വിശ്വസിക്കുകയാണ്. അപ്പോൾ ജോർദാനും ഈജിപ്തും ഒരിക്കൽ ഇസ്രായേലുമായി യുദ്ധം ചെയ്യുന്നു. പിന്നീട് ഇസ്രായേലുമായി ഉണ്ടാക്കിയ ഒരു കരാർ, ആ കരാറിന്റെ കാര്യത്തിൽ ഒരിക്കൽ പോലും ഇസ്രായേൽ ഒരു ലംഘനം വരുത്തിയിട്ടില്ല. ഇസ്രായേൽ ഒട്ടേറെ പ്രദേശങ്ങൾ, അന്ന് ഈജിപ്തിന്റെ സൂയസ് കനാലിന് ഇപ്പുറത്തുള്ള മുഴുവൻ പ്രദേശങ്ങളും 6 ദിന യുദ്ധത്തിൽ പിടിച്ചെടുത്തിരുന്നു ഇസ്രായേൽ. പക്ഷെ പിന്നീട് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നേക്കുമായ ഒരു സമാധാനമാണ്. സമാധാനത്തിന് വേണ്ടി തങ്ങൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ആ വിശാലമായ ഭൂപ്രദേശം ഈജിപ്തിന് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഇസ്രായേൽ ഒരു കരാറിലെത്തുന്ന, ആ കരാർ സമാധാന കരാർ. ആ സമാധാനം മാത്രമേ ഇസ്രായേൽ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പിന്നീട് ഈജിപ്തുമായ ഒരു യുദ്ധത്തിന് ഇസ്രായേൽ ശ്രമിച്ചിട്ടില്ല. സമാനമാണ് ജോർദാന്റെ അവസ്ഥ. ജോർദാൻ പ്രദേശങ്ങൾ 6 ദിന യുദ്ധത്തിൽ ധാരാളം ഇസ്രായേൽ പിടിച്ചെടുത്തിരുന്നു, അതും വിട്ടുകൊടുത്തു. ജോർദാൻ എല്ലാ കാലത്തും അമേരിക്കയുടെ ഒരു സഖ്യ രാജ്യമാണ്. അമേരിക്ക പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന, അമേരിക്കൻ സൈനിക താവളമുള്ള, മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുള്ളൊരു രാജ്യമാണ്. അപ്പോൾ ജോർദാനെ സംബന്ധിച്ചും ഈജിപ്തിനെ സംബന്ധിച്ചും അവർ ഇസ്രായേലിനെ വിശ്വസിക്കുന്നു. മറുവശത്ത് മറ്റൊരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ 2 രാജ്യങ്ങളും ഇറാനുമായി വലിയ നയതന്ത്ര ബന്ധം പുലർത്തുന്നില്ല. അവർ പാശ്ചാത്യ ലോകവുമായി, അമേരിക്കയുമായി കൂടുതൽ ഇഴയെടുപ്പം കാത്തു സൂക്ഷിക്കുന്ന രാജ്യങ്ങളാണ്. ഈജിപ്തും ജോർദാനും ഒക്കെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ മിലിഷ്യകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു ഇറാൻ. ഈ സുന്നി ഷിയ പ്രശ്നം ഊതിക്കത്തിച്ച് ഈ മേഖലകൾ തങ്ങളുടെ അധീനതയിലാക്കാൻ പലപ്പോഴും ഇറാൻ കുൽസിത ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ജോർദാനെയും ഈജിപ്തിനെയും സംബന്ധിച്ച് ഇറാനേക്കാൾ തങ്ങൾക്ക് ആഭിമുഖ്യം വച്ചു പുലർത്താൻ ഇസ്രായേലായിരിക്കും നല്ലത് എന്നവർക്ക് ഉറച്ച ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഭയപ്പാട് ഈ രാജ്യങ്ങൾക്കില്ല. അപ്പോൾ ജോർദാനും ഈജിപ്തും എന്തുകൊണ്ട് സുരക്ഷിതമായിരിക്കുന്നു എന്ന തിരിച്ചറിവ് സിറിയയ്ക്കുമുണ്ടായി. ബാഷർ അൽ അസദ് ഇറാനുമായി ഉണ്ടാക്കിയ ബാന്ധവമാണ് അദ്ദേഹത്തിന്റെ ആത്യന്തിക വീഴ്ചയ്ക്കുള്ള കാരണം. അത്തരമൊരു അപകടം, അത്തരമൊരു വിരുദ്ധ ചേരിയിലേക്ക് പോയി നിലനിൽപ്പ് അപകടപ്പെടുത്തേണ്ട എന്ന് അൽഷറ കരുതിയിരിക്കാം. അതുകൊണ്ടാണ് പാശ്ചാത്യ ചേരിയിലേക്ക്, അമേരിക്കയുടെ അടുക്കിലേക്കും ഇസ്രായേലിൻ്റെ അടുക്കിലേക്കും ഇസ്രായേലിൻ്റെ സുരക്ഷാ കവചത്തിലേക്കും ഇപ്പോൾ സിറിയ കടന്നു വന്നത്. അതൊരു പ്രകടമായ ഒരു വ്യതിയാനമാണ്, നയവ്യതിയാനമാണ്. ബാഷർ അൽ അസദിന്റെ പതനത്തിന് ഇസ്രായേലിന് പങ്കുണ്ടോ എന്ന് നമ്മൾ ഇവിടെ കൂടുതൽ സംശയിച്ചു പോകും. കാരണം ഇപ്പോഴത്തെ ഭൗമ രാഷ്ട്രീയം കാണുമ്പോൾ. മറുവശത്ത് ഇസ്രായേൽ ഇപ്പോൾ യമനിലെ ഹുദൈദ കേന്ദ്രീകരിച്ച് അതിശക്തമായ സ്ഫോടനങ്ങൾ കഴിഞ്ഞ 2 ദിവസം നടത്തി. ഗാസ നഗരത്തിലേക്ക് ഇസ്രായേൽ സൈന്യം കയറുമ്പോൾ ഒന്നും ചെയ്യാനാവാതെ നിൽക്കുകയാണ് ഇറാൻ പ്രോക്സികൾ. ഹൂതികൾക്ക് ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്താൻ കരുത്തില്ല. ഒരു പ്രസ്താവന പോലും പുറത്തിറക്കാൻ ഇറാന് ഇപ്പോൾ നിർവാഹമില്ല, നിസ്സംഗതയോട് നോക്കി നിൽക്കുന്നു. ഇതിനിടയിൽ നമ്മൾ ആ ഖത്തറിലെ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അൽ ജസീറയിലൂടെ ഇന്ന് വായിച്ചറിയുന്നു. അവിടെ ഹമാസ് നേതാക്കൾ അനുഭവിച്ച ദുരന്തം അവർ തന്നെ ഇന്ന് അൽ ജസീറയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇവരുടെ ഒരു പൊളിറ്റിക്കൽ വിഭാഗം അംഗം, ഞങ്ങൾക്ക് കൃത്യമായി റോക്കറ്റുകളുടെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇസ്രായേലിന്റെ ആക്രമണം റോക്കറ്റുകളുടെ ശബ്ദത്തിൽ തങ്ങൾ തിരിച്ചറിഞ്ഞു. ആദ്യ റോക്കറ്റ് വന്ന് പതിച്ചപ്പോഴേ ഞങ്ങൾ ഇസ്രായേൽ ആക്രമണം നടക്കുന്നു എന്ന് മനസ്സിലാക്കി സുരക്ഷിത ഇടത്തേക്ക് പെട്ടെന്ന് മാറി. പിന്നീട് തുടർച്ചയായി 12 റോക്കറ്റുകൾ അവിടെ വന്ന് പതിച്ചു. ഗസയിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്, അതുകൊണ്ട് ഇസ്രായേലിന്റെ ആക്രമണ ശൈലി അറിയാം, റോക്കറ്റുകളുടെ ശബ്ദം അറിയാം, അതുകൊണ്ടാണ് തങ്ങൾ രക്ഷപ്പെട്ടത് എന്നവരുടെ വെളിപ്പെടുത്തൽ. അപ്പോൾ ഇതൊക്കെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന ചില സത്യങ്ങളുണ്ട്. ഇസ്രായേൽ എന്ന കരുത്തിൻ്റെ സത്യം, ഇസ്രായേൽ ഇപ്പോൾ ഗാസ മുനമ്പ് പിടിച്ചടക്കാൻ അവർ ശ്രമിക്കുന്നതിന് അവരുടേതായ ഒരു ന്യായീകരണമുണ്ട്. ബന്ദികളെ ഇപ്പോഴും തടങ്കലിൽ വെച്ചിരിക്കുന്ന ഹമാസിനെതിരെയുള്ള ഒരു സായുധ നീക്കം. മറിച്ച് മറ്റു ചില തമാശകൾ ഇപ്പോൾ കേൾക്കുന്നത് ഇസ്രായേലിൻ്റെ ഈ 2ാം ഗസ അധിനിവേശ ശ്രമത്തിൽ ഇപ്പോൾ ഗസയിലെ പൂർണ്ണമായി ഒരു അധിനിവേശം ആണ്, അതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. ആദ്യ വെടിനിർത്തൽ ചർച്ചയുടെ ഭാഗമായി ചില പലസ്തീനികളെ, ഹമാസുകാരെ വിട്ടയച്ചിരുന്നു ഇസ്രായേൽ ജയിലിൽ നിന്ന്. അവരെ വീണ്ടും തെരഞ്ഞു പിടിച്ച് ജയിലിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്ന ഒരു കാഴ്ച ഇന്ന് കാണുന്നത്. ഏകദേശം 12ഓളം വിട്ടയക്കപ്പെട്ട ഈ തടവുകാരെ ഇസ്രായേൽ സേന വീണ്ടും പിടികൂടി തിരിച്ചു കൊണ്ടുവരുന്നു എന്ന വാർത്തയാണ്. അപ്പോൾ വെടിനിർത്തൽ ചർച്ചയുടെ ഭാഗമായി തങ്ങൾ വിട്ടയച്ച തടവുകാരെയും ഇനിയും തടവിലാക്കും എന്ന സന്ദേശം കൂടി ഇസ്രായേൽ നൽകുന്നു.
ഇസ്രായേലിന്റെ ഇത്തരം നീക്കങ്ങൾ തന്നെയാവും സിറിയയെ ഭയപ്പെടുത്തുന്നത് എന്ന് വ്യക്തം. സാർ, ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇനി ഏതാനും മാസങ്ങൾ ഒരുപക്ഷെ ഗാസയിൽ ഈ കരയുദ്ധം നടക്കും. അതിനുശേഷം ഒരു സമ്പൂർണ്ണ ശുദ്ധി കലശം എന്ന രീതിയിലൊക്കെ തന്നെ നെതന്യാഹു പറയുന്നുണ്ട്. 2000-നും 3000-നും ഇടയ്ക്ക് ഹമാസ് പോരാളികൾ അവിടെ ഉണ്ടെന്നാണ് നിലവിലുള്ളൊരു അനുമാനം. അപ്പോൾ ഈ ഭീകരരെയൊക്കെ തന്നെ തുടച്ചു നീക്കിയതിന് ശേഷം സമാധാനപരമായ ഒരു ഗാസ, ഈ പലായനം ചെയ്തു പോയ ആളുകളെയൊക്കെ തന്നെ അവിടെ പുനരധിവസിപ്പിക്കുക, സമാധാനം പുനഃസ്ഥാപിക്കുക, എന്തായിരിക്കും ഇസ്രായേൽ ഇനി മുന്നിൽ കാണുന്നത്? ഇസ്രായേൽ പറയുന്നത് 2023 ഒക്ടോബർ 7-ാം തീയതിയിലെ ഭീകരാക്രമണത്തിന് തൊട്ടടുത്ത ദിവസം അവർ യുദ്ധം തുടങ്ങി വയ്ക്കുമ്പോൾ ഇസ്രായേലിനെ നേരിടാൻ അന്ന് ഗാസ മുനമ്പിൽ ഒരുങ്ങി നിന്നത് 25,000-ഓളം ഹമാസ് തീവ്രവാദികൾ, ഹമാസ് പോരാളികളാണ്. ആ 25,000 ഹമാസ് തീവ്രവാദികളിൽ 22,000-ഓളം ഹമാസുകാരെ കൊന്നൊടുക്കിയെന്ന ആത്മവിശ്വാസമാണ് ഇസ്രായേലിനുള്ളത്. ഇനി അവശേഷിക്കുന്ന 2,000 മുതൽ 3,000 വരെ. പക്ഷേ ഇടക്കാലത്ത് 5,000 മുതൽ 10,000 വരെ ഹമാസുകാരെ ഇവർ റിക്രൂട്ട് ചെയ്തു എന്നും ഇസ്രായേൽ പറയുന്നുണ്ട്. പക്ഷേ ഇവരിൽ പലരും പിന്നീട് ഭയപ്പെട്ട് പിന്നോട്ട് അവരുടെ വീടുകളിലേക്ക് ഉൾവലിഞ്ഞു. ഇസ്രായേൽ ആത്യന്തികമായി ഇപ്പോൾ കരുതുന്നത് 3,000 മുതൽ 8,000 വരെ ഹമാസ് തീവ്രവാദികൾ ഗസ മുനമ്പിലുണ്ട്. അവരിൽ 3,000-ഓളം ഹമാസുകാർ ഗസ സിറ്റി കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ടാണ് ഗസ നഗരം തങ്ങളുടെ പൂർണ്ണ അധീനതയിലാക്കാൻ അവർ ശ്രമിക്കുന്നത്. അത് സ്ട്രാറ്റജിക് ഒരു പ്ലേസ് ആണ്. ഗസ നഗരം ഇസ്രായേലിൻ്റെ അധീനതയിലായാൽ ഗസ മുനമ്പിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇസ്രായേലിന് തന്നെ ഏറ്റെടുക്കാൻ കഴിയും. ഇസ്രായേൽ ഇപ്പോഴും കരുതുന്ന അവശേഷിക്കുന്ന ജീവനുള്ള 20 ബന്ദികൾ ഗസ നഗരം കേന്ദ്രീകരിച്ചുള്ള തുരങ്കങ്ങളിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ്. പക്ഷെ അവരെ ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഇസ്രായേലിനുണ്ടാവില്ല. ഇതൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു തിരക്കഥയാണെന്ന് വ്യക്തമാണ്. ഗസ നഗരം തങ്ങളുടെ ഒരു സ്വപ്നഭൂമിയാണ് എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. പിന്നീട് ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്ത് ഹമാസിനെ എന്നേക്കുമായി ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കാൻ ട്രംപിന്റെ ഉത്തരവ്. ഇതേ ട്രംപ് നെതന്യാഹുവിനോട് ആവശ്യപ്പെടുന്നത് അവരെ നരകത്തിലേക്ക് അയക്കാനാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പുതുതായി അമേരിക്കൻ പ്രസിഡന്റായി ചാർജ് എടുത്ത ട്രംപിന്റെ അടുക്കലേക്ക് നെതന്യാഹു ഈ സെപ്റ്റംബറിൽ വീണ്ടും എത്തുന്നതോടെ 4 വട്ടമാണ് അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അമേരിക്ക അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ചുള്ള ആക്രമണവും അമേരിക്കൻ താല്പര്യത്തിന് വിരുദ്ധമായി ഒരിക്കലും നെതന്യാഹുവിന് അത്തരമൊരു യുദ്ധ തീരുമാനമെടുക്കാൻ കഴിയില്ല. അതും കൃത്യമായി ട്രംപിന്റെ മനസ്സറിവോടെയാണ്. ഇതൊക്കെ ഭൗമ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്ന നാടകങ്ങളാണ് രണ്ടും. ഒന്ന്, ട്രംപ് ഇപ്പോൾ നടിക്കുന്ന അജ്ഞത, മറുവശത്ത് ഇതെൻ്റെ തീരുമാനമാണ് എന്ന് സ്വയം ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന നെതന്യാഹു. പക്ഷേ നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ കാണേണ്ടത് ഇസ്രായേലിൻ്റെ സൈനിക നീക്കങ്ങൾ, അതിലെ തന്ത്രങ്ങൾ, മറുവശത്ത് നയതന്ത്ര നീക്കങ്ങൾ, അതിലെ തന്ത്രങ്ങൾ. ഇപ്പോഴിതാ താഡിൻ്റെ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ഏകദേശം $400 മില്യൺ ചെലവഴിച്ച് അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു വാർത്തയാണ്. കൂടുതൽ താഡ് മിസൈൽ സംവിധാനങ്ങൾ. അത് ഈ അറബ് രാജ്യങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പാണ്. നിങ്ങൾ എത്ര ഒത്തുകൂടിയാലും ഇസ്രായേലിനെ എത്ര ശത്രുവായി പ്രഖ്യാപിച്ചാലും ഞങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്ന ട്രംപും അമേരിക്കയും ഇസ്രായേലിന് സുരക്ഷാ കവചം ഒരുക്കിയിരിക്കും. ഞങ്ങളുടെ ഏറ്റവും അടുത്ത മിത്രമാണ്, സഖ്യരാജ്യമാണ്. ഇവിടെ ഒരു ശ്രദ്ധേയമായ വ്യതിയാനം നമ്മൾ ഇന്ന് പത്രങ്ങളിൽ വായിച്ചു. പാകിസ്ഥാനും സൗദി അറേബ്യയും ചേർന്നുള്ള ഒരു സഖ്യം. അത് ഇന്ത്യക്ക് കൂടുതൽ പോസിറ്റീവാണ്. സൗദി അറേബ്യയുമായി ഇന്ത്യ നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. സൗദി അമേരിക്കയുടെ ഒരു സഖ്യരാജ്യമാണ്. പാകിസ്ഥാൻ അമേരിക്കയുടെ ഒരു സഖ്യരാജ്യമാണ്. അതുകൊണ്ട് തന്നെ സൗദിയും പാകിസ്ഥാനും ചേർന്ന് ഒരു സഖ്യത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്കതിൽ വലിയ അതിശോക്തിയൊന്നും അതിൽ കലർത്തേണ്ടതില്ല. പക്ഷേ ഇവിടെ ഇന്ത്യക്ക് അനുകൂലമായൊരു നീക്കം നടക്കുന്നു. സൗദിയും പാകിസ്ഥാനും ഒരുമിക്കുമ്പോൾ ഇന്ത്യയുമായി സൗഹൃദം പുലർത്തുന്ന ഇസ്രായേലിൻ്റെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇനി വളരെ നിർണായകമായിരിക്കും. അത് അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധത്തിലും ഇസ്രായേൽ ഇനി ഇന്ത്യയുടെ ഒരു മുഖ്യ ഘടകമായിരിക്കും. പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഇസ്രായേലിനെതിരെ രൂപം കൊടുത്ത ഈ ഒരു സഖ്യത്തിൻ്റെ പേരിൽ. അപ്പോൾ ഈ ഭൗമ രാഷ്ട്രീയ നീക്കങ്ങൾ അത് നമ്മൾ ഈ സിറിയൻ തീരുമാനവുമായി ചേർത്ത് വായിക്കണം. സിറിയയ്ക്ക് ഇനി ഒറ്റപ്പെട്ട് നിൽക്കാൻ കഴിയില്ല. ഇസ്രായേലിനെ ഒരു ശത്രുവാക്കി മുന്നോട്ട് ആ രാജ്യത്തെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അൽ-ഷറ മനസ്സിലാക്കുന്നു. ഗസയ്ക്ക് സംഭവിച്ച ദുരന്തം മറ്റൊരു തലത്തിൽ സിറിയയിലേക്ക് കൂടി പടരേണ്ട എന്ന് അൽ-ഷറ കണക്ക് കൂട്ടുന്നു. പിന്നീട് ഇപ്പോഴത്തെ വിമത ഭരണകൂടത്തെ എതിർക്കുന്ന ഒട്ടേറെ വിഭാഗങ്ങൾ ഇപ്പോഴും സിറിയയിലുണ്ട്. ദ്രൂസ് തുടങ്ങിയ ഒരുപാട്.
അപ്പോൾ ആൽബെയ്റ്റ്സ് ഇവരൊക്കെ അതിശക്തമായ ചെറുത്തുനിൽപ്പ് അവരവരുടെ മേഖലകളിൽ ഇപ്പോഴും നടത്തുന്നുണ്ട്. ഈ ചെറുത്തുനിൽപ്പുകൾക്ക് പിന്നിൽ ഇസ്രായേലിന്റെ സഹായമുണ്ട് എന്ന് അൽഷറ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കരാർ, സുരക്ഷാ കരാർ ഇസ്രായേലുമായി ഒപ്പിടുക, അതിലിനി വിട്ടുവീഴ്ച ചെയ്താലും ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുത്താലും ആത്യന്തികമായി ജീവനും ഇനിയുള്ള ഭാവിയുമല്ലേ വലുതെന്ന് അൽഷറ ചിന്തിച്ചാൽ അതിൽ കുറ്റം പറയാൻ കഴിയില്ല. അപ്പോൾ എന്തായിരുന്നാലും 73 ശേഷം, യോം കിപ്പൂറിന് ശേഷം രക്തരൂക്ഷിതമായ ആ ഒരു വലിയ പ്രതിസന്ധി അത് അവസാനിപ്പിക്കാൻ സിറിയ തന്നെ മുൻകൈ എടുത്തിരിക്കുന്നു. അത് മറുഭാഗത്ത് ഇസ്രായേലിൻ്റെ ഒരു വിജയമായി തന്നെ ഘോഷിക്കേണ്ട ഒരു സമയമാണെന്ന് വേണം ഈ ഒരു അവസരത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത്. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.